ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഹിന്ദു ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രജാസഭാൻ്റെ വിശാർദ് ഉത്തരാർദ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പദങ്ങളാണ്, ഓരോ പദങ്ങൾ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഇന്നത്തെ വന്നിട്ട് മാതൃഭാഷാ പ്രേം, അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഞാൻ ഗൈഡ് നോക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത്. തുടങ്ങാം. निज भाषा उन्नति अहे सब उन्नति को मूल, बिन निज भाषा ज्ञान के मिटत ना हिये को सूल। अंग्रेजी पढ़ी के जदपि सब गुण होत प्रवीण, पै निज भाषा ज्ञान बिन रहत हीन के हीन. നമുക്ക് ഇതിൻ്റെ പ്രസംഗം നോക്കിയാലോ. यह पद भारतेंदु ഹരിശ്ചന്ദ് की മാതൃഭാഷ പ്രേം നാമക് ദോഹെ സേ ദിയാ ഗയാ ഹെ. അത് മുമ്പിലത്തെ വന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ്, കവിതയായിരുന്നു. ഇത് വന്നിട്ട് നമ്മൾ ഭാരതേന്ദുവിൻ്റെ തന്നെ മാതൃഭാഷ പറഞ്ഞുള്ള ദോഹയെന്നടുത്തുള്ള ഇതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ദോഹൻ്റെ അർത്ഥങ്ങളും സന്ദർഭമൊക്കെ നോക്കാം. സന്ദർഭം. भारतेंदु का विश्वास है कि मातृभाषा के विकास से ही व्यक्ति और देश क्या विकास होता है. അതായത് ഭാരതേന്ദു വിശ്വാസമാണ് മാതൃഭാഷയിൽ തന്നെയാണ് ഒരു വ്യക്തിക്കും ഒരു ദേശത്തിനും വികാസം ഉണ്ടാവില്ലോ. യഹി ഭാവ് ഇൻ ദോഹോ മേ ജലക്താ ഹെ. ആ ഭാവം തന്നെയാണ് നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോണ ദോഹയിലും ഉള്ളത്. അപ്പോൾ വാക്യ അതിൻ്റെ ഇത് നമുക്ക് നോക്കാം. അപ്നി ഭാഷ की उन्नति के कारण ही हम हर क्षेत्र में उन्नति कर सकते हैं. അതായത് നമ്മുടെ ഭാഷൻ്റെ ആ ബലത്തിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ദേശത്തിലും നമുക്ക് ഉന്നതി, അതായത് ഉയരങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലോ. നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരാളിനോട് സംസാരിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. अपनी भाषा का पूर्ण ज्ञान ना होने का दोष है. നമ്മുടെ ഭാഷ പൂർണ്ണമായിട്ട് നമുക്കത് അതിൻ്റെ ജ്ഞാനം ഇല്ലെങ്കിൽ അത് ദോഷമാണ് നമുക്ക്. യഹ് കാട്ടേ കി തരഹ് ഹമാരെ ദിൽ കോ ചുപ്താ രഹേഗ. അതായത് നമുക്ക് നമ്മുടെ ഭാഷ തന്നെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ദേശത്തിൽ. അപ്പോൾ ഇതിൽ പറയുന്നത് അത് അറിയാണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു മുള്ളു പോലെ ഇങ്ങനെ, കാട്ട പറഞ്ഞാൽ മുള്ളു എന്നാണ്, ചുബന പറഞ്ഞാൽ ഇങ്ങനെ തറക്കുക. അപ്പോൾ നമുക്കത് മുള്ളു പോലെ ഇങ്ങനെ തറച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് എന്നാ പറയുന്നത്. അംഗ്രേജി പഠനെ സെ കോയി കാര്യ കുശൽ ഹോ സക്താ ഹെ. അതായത് അംഗ്രേജി പറഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കുശൽ പറഞ്ഞാൽ ഈസിയായി ചെയ്യാൻ പറ്റും. കുശൽ പറഞ്ഞാൽ വേഗം ചെയ്യാൻ പറ്റുമായിരിക്കും. फिर भी उसे यदि अपनी ഭാഷാ का ज्ञान ना हो. ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ നമ്മുടെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നാ ഹോത്താ തോ വ തുച്ഛ് ഹി രഹേഗ. അത് അറിഞ്ഞില്ലെങ്കിൽ ഒരു തുച്ഛം തന്നെയാണ്. നമുക്ക് നമ്മുടെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ അതൊരു തുച്ഛം തന്നെയാണ്. എത്ര നല്ല ഇംഗ്ലീഷ് അറിഞ്ഞിട്ടും കാര്യമില്ല. ലോഗ് ഉസ്കാ തിരസ്കാർ ഹി കരേങ്കെ. അതായത് അത് നമ്മളെ എപ്പോഴും തിരസ്കരിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമ്മളെ ഷെയിം ആക്കിക്കൊണ്ടേയിരിക്കും. നിനക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് എന്ത് കാര്യം, നമുക്ക് നമ്മുടെ ഭാഷയിൽ നിന്ന് അറിയുന്നില്ലല്ലോ, പിന്നെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ കളിയാക്കിക്കൊണ്ടേയിരിക്കും. വിശേഷതായി നോക്കാം നമുക്ക്. भारतेंदु जी ने हिंदी के विकास में भारत का विकास देखा. അതായത് ഭാരതേന്ദു വന്നിട്ട് ഹിന്ദി വികാസമായ ഭാരതത്തിൻ്റെ വികാസമാണെന്ന്, അത് ഭാരതം മുന്നേറുന്ന ഭാരതേന്ദു ജി വിചാരിച്ചു. ഗാന്ധിജി നെ ബാദ് കോ ഇസ് പർ ജോർ ദിയ. അതായത് ഗാന്ധിജി ഈ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ കൊടുത്തു. അതായത് തബ് ജാക്കർ ഭാരത് ആസാദ് ഹുവ. അതായത് അപ്പോഴാണ് ഭാരതം ആസാദായത്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ദോഹയുണ്ട്, അതും കൂടി നമുക്ക് ഇതിൽ തന്നെ കംപ്ലീറ്റ് ആക്കാം. ഭാരത് മേ സബ് ഭിന്ന ഭിന്ന അതി താഹിം സോ ഉത്പാത്. विविध देश मत हु विविध भाषा विविध लखत तासो सब मिली छड़ी के दूजे और उपाय.
उन्नति भाषा की करहु अहो भ्रात गान आय. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്രസംഗം നോക്കാം. यह पद भारतेंदु हरिश्चंद्र की മാതൃഭാഷ പ്രേം നാമക് ദോഹെ സെ ദിയാ ഗയ. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഭാരതേന്ദുവിൻ്റെ മാതൃഭാഷ പറഞ്ഞ ഒരു ദോഹയെന്ന് എടുത്തു തന്നെയാണ്. സന്ദർഭ് भारतेंदु का विश्वास है कि मातृभाषा का विकास से ही व्यक्ति और देश का विकास होता है. यही भाव इन दोहे में झलकता है. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഭാരതേന്ദുക്ക് വിശ്വാസമാണ്. മാതൃഭാഷ തന്നെയാണ് നമ്മുടെ ഭാരതത്തിന് ഉയർത്തുക എന്നാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ദോഹയിൽ മാതൃഭാഷയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. വ്യാഖ്യാനം. ഹമാരെ ഭാരത് മേ വിഭിന്ന ഭാഷായെ ബോലി ജാതി ഹെ. നമ്മുടെ ഈ ഭാരതത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷകളാണ് സംസാരിക്കുക. ഇസ്ലിയെ കൈ ഉപദവ് ഹോത്തെ ഹെ. അതായത് അതുകൊണ്ട് ഒരുപാട് ഉപദവും ഉണ്ടായിട്ടുണ്ട്. യഹ് ദേശ് ഏക് ഹോക്കർ ബി അനേക് ദിഖായി പടുത്ത. നമ്മുടെ ഭാരതം ഒന്നാണെങ്കിൽ വിവിധമായിട്ടാണ് നമുക്ക് അറിയപ്പെടുന്നത്. കാരണം ഓരോരോ ഭാഷകൾ ഓരോരോ നാട്ടിൽ ഓരോരോ ഭാഷകളാണ്. അപ്പോൾ നമ്മുടെ ഭാരതം ഒന്നാണെങ്കിലും അതിൽ പറയുന്ന ഭാഷകൾ ഒരുപാടുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഭാഷകൾ നമ്മുടെ ഇതിലുള്ളതാണ്, നമ്മുടെ ഭാരതത്തിൽ ഉള്ളതാണ്. വിഭിന്നത കോ ത്യാഗ് കർ ഏകത ലാനി ചാഹി. അതായത് വിഭിന്നത, അതായത് ഡിഫറെൻസ് ആയിട്ടുള്ള ലാംഗ്വേജിനെ വിട്ടിട്ട് ഒരു ഭാഷയാക്കണം. ഒരു ഭാഷയാണെങ്കിൽ ഇസ്കേ ലിയെ ഏക് ഹി ഉപായ. അതായത് ഒരു ഭാഷയാക്കാൻ ഒരു ഉപായം സൊല്യൂഷൻ മാത്രമല്ലോ. സബ് ലോഗ് ഹിന്ദി സീക്കുക. അതായത് നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഭാഷ ഉണ്ടായാൽ നമ്മുടെ ഭാരതത്തിൽ നമുക്ക് എല്ലാവരുടെയും എല്ലാം പോയി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ഒരു ഉപായം മാത്രമല്ല, അതാണ് എല്ലാവരും ഹിന്ദി എഴുതാനും വായിക്കാനും പഠിക്കുന്ന പറയണം. സബ് ലോഗ് ഹിന്ദി സീക്കി ഓർ ബോലെ തോ ഭിന്നത മിട്ട് ജായേഗി. അതായത് എല്ലാവരും ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ ഈ വേറെയുള്ള കോൺസെപ്റ്റ് മാറിയിട്ട് ഒന്നാവുന്ന പറയുന്നത്. ഓർ ഏകത കായം രഹി. അതായത് ഏകത കൂട്ടായ്മ ഉണ്ടാവും. ഹേ മേരെ ഭായിയോ തും ലോഗ് ഹിന്ദി കി ഉന്നതി കെ ലിയെ കാം കറോ. അതായത് എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ഹിന്ദിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യുക. എല്ലാവരും ഹിന്ദി അറിയാനുള്ള പ്രയത്നം ചെയ്യുന്നതാണ് ഈ ദോഹയിൽ പറയണത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം. ഞാൻ എന്താണെങ്കിലും ആ ലെസൺ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും ഒന്ന് പറഞ്ഞാൽ. ഓക്കെ, ബൈ.